ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. ലൂനയും മാന്ത്രിക മുത്തും. പണ്ട് നീലക്കടലിന്റെ ആഴങ്ങളിൽ ലൂന എന്നു പേരുള്ള ഒരു കൊച്ചു മത്സ്യകന്യകയുണ്ടായിരുന്നു. അരപ്പകുതി മനുഷ്യനെപ്പോലെയും ബാക്കി പകുതി ഭംഗിയുള്ള മീൻവാലുമുള്ള ഒരു സുന്ദരിക്കുട്ടി. അവളുടെ വാലിന് നല്ല തിളങ്ങുന്ന പിങ്ക് നിറമായിരുന്നു. ലൂനയ്ക്ക് കടലിലെ മീനുകളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ചിപ്പു എന്ന പേരുള്ള ഒരു കൊച്ചു മഞ്ഞ മീനായിരുന്നു. അവരെപ്പോഴും ഒരുമിച്ച് നീന്തിക്കളിച്ചു നടക്കും. ഒരു ദിവസം ലൂനയും ചിപ്പുവും കടലിലെ പവിഴപ്പുറ്റുകൾക്കിടയിൽ ഒളിച്ചു കളിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ പാറയിടുക്കിൽ നിന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. അവർ പതുക്കെ ചെന്നു നോക്കി. അവിടെ ഒരു കുഞ്ഞു കടലാമക്കുട്ടി കുടുങ്ങിക്കിടക്കുന്നു. പാറയുടെ ഇടയിൽ അവന്റെ കാൽ കുടുങ്ങിയതാണ്. പാവം പേടിച്ചിട്ട് കരയുകയാണ്. ലൂന ഓടിച്ചെന്ന് അവനോട് പറഞ്ഞു, പേടിക്കണ്ട കൂട്ടുകാരാ, ഞാൻ നിന്നെ സഹായിക്കാം. ലൂന അവളുടെ സുന്ദരമായ വാൽകൊണ്ട് ആ പാറയെ പതുക്കെ തള്ളിമാറ്റി. കടലാമക്കുട്ടിക്ക് സന്തോഷമായി. അവൻ പറഞ്ഞു, എന്റെ പേര് ടിറ്റു എന്നാണ്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോഴാണ് ടിറ്റു ഒരു കാര്യം ശ്രദ്ധിച്ചത്. ലൂനയുടെ കഴുത്തിൽ മനോഹരമായ ഒരു മാലയുണ്ടായിരുന്നു. അതിലൊരു വെള്ള മുത്തുമുണ്ടായിരുന്നു. ടിറ്റു ചോദിച്ചു, ലൂന, നിന്റെ മാലയിലെ ഈ മുത്തിനെന്താ ഇത്ര തിളക്കം? ലൂന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു മാന്ത്രിക മുത്താണ്. കടലിൽ ആരെങ്കിലും സങ്കടപ്പെട്ടിരുന്നാൽ ഇതിന്റെ വെളിച്ചം കുറയും. നമ്മൾ ആരെയെങ്കിലും സഹായിച്ചാൽ ഇതിന് നല്ല തിളക്കം വരും. ഇപ്പോൾ നിന്നെ സഹായിച്ചതുകൊണ്ട് ഇതെത്രയധികം തിളങ്ങുന്നുവെന്ന് നോക്കൂ. അങ്ങനെ അവർ 3 പേരും നല്ല കൂട്ടുകാരായി മാറി. അവർ കടലിന്റെ മുകളിലേക്ക് വന്ന് തുള്ളിക്കളിക്കുന്ന വെള്ളിയിലകൾക്കിടയിലൂടെ നീന്തി തുടിച്ചു. വഴിയിൽ വെച്ച് അവർ പിങ്കു എന്നു പേരുള്ള ഒരു കുസൃതിക്കാരൻ കടൽക്കുതിരയെയും കണ്ടുമുട്ടി. പിങ്കു അവർക്ക് കടലിന്റെ അടിയിലെ മനോഹരമായ പൂന്തോട്ടം കാണിച്ചുകൊടുത്തു. അവിടെ നല്ല ചുവപ്പും നീലയും നിറമുള്ള പൂക്കൾ പോലെയുള്ള ചെടികളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി അവിടെ ഒളിച്ചു കളിച്ചു. അന്ന് രാത്രി ലൂന ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ മാലയിലെ മാന്ത്രിക മുത്ത് മുറിയാകെ വെളിച്ചം നിറച്ച് തിളങ്ങുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഇതുപോലെ സന്തോഷം കൊണ്ട് തിളങ്ങുമെന്ന് ലൂനയ്ക്ക് മനസ്സിലായി. അവൾ ചിരിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു. ഗുണപാഠം: മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷവും ജീവിതത്തിന് തിളക്കവും നൽകുന്നു. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോ